ഹലോ! ഞങ്ങൾ ഊട്ടിയിലേക്കുള്ള ട്രിപ്പിലാണുള്ളത്. ഒരു 10:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 1 മണി 2 മണിയൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും ഉറങ്ങുമ്പോൾ. അതുവരെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തു. കോപ്പിറൈറ്റ് വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് സോങ് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. പിന്നെ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ പൊതുവേ ഉള്ളതാണ്. നമ്മൾ പ്രത്യേകിച്ച് 25 പേരുണ്ട്. അപ്പോൾ ഓരോരാൾക്കും ഓരോ പ്ലേസ് പറയും. അപ്പോൾ കുറച്ച് പേര് പറയും വയനാട് പോവുക, കുറച്ച് പേര് മൈസൂർ, അങ്ങനെ ഓരോരോ ലാസ്റ്റ് നമ്മൾ മൈസൂർ എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തത് ഊട്ടിയിലേക്കാണ്. ഊട്ടിയിലേക്ക് സെറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലേക്ക് പുറപ്പെട്ടു. രാവിലെ ഇപ്പോൾ ഒരു 6 മണി ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ തീരെ ഉറങ്ങാൻ പറ്റിയില്ല. മോനെയും കൂട്ടിയിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ട്രിപ്പൊക്കെ. അപ്പോൾ മോന് മടിയിൽ നിന്ന് വീണു പോകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് തീരെ ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ ലേഡീസിനുള്ള പ്രെയർ ഹാളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ അതുകൊണ്ട് തന്നെയാണ് അവിടെ തന്നെ നിർത്തിയത്. അപ്പോൾ നല്ല മൂടൽമഞ്ഞൊക്കെയാണ്, നല്ല തണുപ്പുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തണുപ്പേ ഉള്ളൂ. നല്ലൊരു ക്ലൈമറ്റാണ്. നമ്മൾ വരുമ്പോൾ കുറേ ആൾക്കാർ നല്ല തണുപ്പാണ്, ജാക്കറ്റൊക്കെ എടുത്തോ, -ഡിഗ്രി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ജാക്കറ്റൊക്കെ എടുത്തിട്ട് തന്നെയാണ് വന്നത്. പക്ഷേ ജാക്കറ്റിനോട് ഒരു യൂസ് ഉണ്ടായില്ല. ഞാൻ അതുപോലെ തിരിച്ചു കൊണ്ടുവരാം. ഇത് യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തവരും ഉണ്ട്, പക്ഷെ എനിക്ക് അതിന് ആവശ്യം ഉണ്ടായിട്ടില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തണുപ്പായിട്ടേ ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ട്. ചായ കുടിക്കാൻ നിർത്തിയതാണ്. ഫസ്റ്റ് ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ അവിടെ കടി കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിടാമെന്ന് പറഞ്ഞിരുന്നു. വേറെ എവിടെയെങ്കിലും നിർത്താമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ടൈം വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് തന്നെ അവിടെ നല്ല പാൽ കേക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂട്ടി ചായ കുടിച്ചു. ജസ്റ്റ് വീഡിയോ മൊത്തത്തിൽ അങ്ങനെ ഒരു വ്ളോഗായിട്ടും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഓരോ ക്ലിപ്പായിട്ട് എടുത്തതാണ്. എനിക്ക് മോനെ എടുത്തിട്ട് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ കുറച്ചൊക്കെ അങ്ങനെ എടുത്തു. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഫ്രഷ് ആയിട്ടാണ് ഫുഡ് കഴിക്കാൻ അതിന് ശേഷം ഇറങ്ങിയത്. ഒരു 10:30 ഒക്കെ ടൈം ആയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടാണ് നമ്മുടെ സമയം കുറേ വേസ്റ്റ് ആയത്. കാരണം കുറച്ച് പേർക്ക് ഫുഡ് കിട്ടി, കുറച്ച് പേർക്ക് കിട്ടാണ്ടൊക്കെ അങ്ങനെ കുറേ ടൈം വേസ്റ്റ് ആയിരുന്നു അവിടെ നിന്ന്. നമ്മളെ ടേബിളിലൊക്കെ ലാസ്റ്റ് എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ 4 പേരൊരു ടേബിളിലിരുന്നത്. അപ്പോൾ ഞാൻ മസാല ദോശ കഴിച്ചത് നല്ല തന്നെയായിരുന്നു. മുട്ടക്കറി എന്ന് പറയുന്നത് മുട്ടക്കറിയും പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിന് അവർ. അപ്പോൾ മുട്ടക്കറിയിൽ നല്ല ചെമ്മീൻ കറീൻ്റെ ടേസ്റ്റാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, കറി അവിടെ ഇല്ലായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആക്കിയതാണോ എന്താണെന്ന് അറിയില്ല, അങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ അവിടെ കുറേ ടൈം അവിടെ പോയി. പിന്നെ അതിൻ്റെ അടുത്താണ് ഈ ഒരു ഈ ഒരു വീടുണ്ടായത്. അവിടുന്ന് കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ നമ്മൾ റീൽസും വീഡിയോസും ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്നായിരുന്നു. എന്തായാലും നല്ല അടിപൊളി പ്ലേസാണ്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല രസമുണ്ടായിരുന്നു ഫോട്ടോ ഒക്കെ. അങ്ങനെ അവിടെ കുറേ ടൈം അവിടെയാണ് ഉണ്ടായത്. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെയും ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ബസ് കംപ്ലൈൻ്റ് ആയിട്ടൊക്കെ. അങ്ങനെ അതൊക്കെ പിന്നെ നമ്മൾക്ക് ഇവിടെ നല്ല ഫോട്ടോയും വീഡിയോസൊക്കെ കിട്ടിയതുകൊണ്ട് പിന്നെ നമ്മൾ ആ ഒരു ടൈമിൽ അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൈൻ ഫോറസ്റ്റിൽ അവിടെ എത്തിയത്. അവിടെ പോയിട്ട് അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ ഈ ഒരു ഫോട്ടോയിലൊക്കെ. കൂടുതൽ പേരും ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ഫോട്ടോ കുറേ പേരുടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയും ആൾക്കാരുടെ കൂടെ ഫോട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ്. സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോയിട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് പേരുടെ കൂടെ ഇങ്ങനെ ട്രിപ്പൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കൂടുതലും എൻ്റെ സിംഗിളാണ്. അങ്ങനെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ എല്ലാവരുടെ കൂടെ. അതുപോലെ ബസ്സിൽ ഞാൻ ട്രിപ്പ് വരുന്നത് ഫാമിലിയിൽ ഫസ്റ്റ് ടൈമാണ്. എന്തായാലും അടിപൊളിയായിരുന്നു, എൻജോയ് ചെയ്തു. എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. നല്ല എന്താ പറയുക, നമ്മൾക്ക് പറ്റിയ ആളെന്ന് പറയൂല, അതുപോലെ ആയിരുന്നു ഓരോ ആൾക്കാരും. പാട്ട് പാടാനാണെങ്കിലും ഡാൻസിനാണെങ്കിലും അടിപൊളിയാണ്. എൻജോയ് ചെയ്തു, മാഷാ അല്ലാഹ്. അങ്ങനെ നമ്മൾ ഊട്ടി ട്രിപ്പ് ഫുൾ എൻജോയ് ചെയ്തു. ഒരുപാട് പ്ലേസൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ബസ്സിലാണെങ്കിലും ഓരോ നിമിഷങ്ങൾ നമ്മൾ നല്ല എൻജോയ് ചെയ്തു. കാരണം നമ്മുടെ ടൈം ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ടൈം മാനേജ്മെൻറ്റിന് ചെറിയ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്ലേസും കാണാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. ആരോടെ ട്രിപ്പ് വന്നതെന്ന് പറഞ്ഞില്ലല്ലോ, ഹസ്ബൻഡിൻ്റെ ഫാമിലിൻ്റെ കൂടെയാണ് വന്നത്. എല്ലാവരും അടിപൊളിയാണ്, എൻജോയ്മെൻറ്റിന് പറ്റിയ ആൾക്കാരാണ്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഇവിടെ നിർത്തി. ഇങ്ങനെ ഇവിടുന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഇവിടുന്ന് വിടാണ്.
അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ആ ഒരു ഹൈറ്റിലൊന്നും ഞാൻ കയറിയിട്ടില്ല. മോനെയും കൊണ്ട് കയറണ്ടാന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ആ മോനിക്ക് കുറേ ആയി വിചാരിക്കുന്ന മോൻ്റെ ആ ഒരു സൈസിലുള്ള കൂളിംഗ് ഗ്ലാസ്സിന് വേണ്ടി. പക്ഷെ അവിടുന്ന് അത് കിട്ടിയിട്ടുണ്ട്. ചെറിയ സൈസിൽ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ബ്ലാക്ക് കളറിലുള്ളത് നല്ല രസമുണ്ടായിരുന്നു മോനിക്ക് ഇട്ടപ്പോൾ. പിന്നെ അങ്ങനെ അവിടുന്ന് നല്ല വിശക്കുന്നുണ്ട്. 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ചെറുതായിട്ട് എന്തൊക്കെയോ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പൈനാപ്പിളും മാങ്ങയും വാങ്ങിച്ച്. പ്രത്യേകിച്ച് മസാല കാര്യങ്ങളൊന്നും പ്രത്യേകത ഒന്നുമില്ല. പിന്നെ വിശക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നോർമൽ മുളകും ഉപ്പൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു ഭയങ്കര ടേസ്റ്റ് ആയിട്ടൊന്നും പറയാനില്ല. വിശക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് നടന്ന് സ്ഥലങ്ങളൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ അതും കഴിച്ചോണ്ടാണ് അവിടെ നടന്നത്. സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് കണ്ടു. പിന്നെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് സാധനങ്ങൾ വാങ്ങാനൊന്നും ഉണ്ടായില്ല. ഷോപ്പിങ്ങിന് പോയതല്ലല്ലോ. സ്ഥലങ്ങൾ കാണാൻ പോയതല്ലേ. അങ്ങനെ ജസ്റ്റ് അവിടെ നിന്ന് നടന്നു. അതിനിടയിൽ നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഫുഡ് കഴിക്കാൻ പോകുന്ന ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ. പക്ഷെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മളിവിടെ ബിരിയാണിയാണ് ഉച്ചക്ക് കഴിച്ചത്. ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ആദ്യം ഓർഡർ ചെയ്തിട്ടൊക്കെ ആയതുകൊണ്ട് കറക്റ്റ് ടൈമിൽ കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ അവിടെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. നല്ല ഫുഡ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നല്ല ബിരിയാണി. അത് രാത്രിയിലെ ഫുഡാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അടിപൊളിയാണ്. കറക്റ്റ് ടൈമിങ്ങുമാണ്. നമ്മളവിടെ എത്തിയപാട് ഫുഡൊക്കെ നമുക്ക് വിളമ്പി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിന് രാത്രിയിലെ ഫുഡാണെങ്കിലും. രാവിലത്തെ ഫുഡാണ് ചെറുതായിട്ട് നമുക്ക് പാളിപ്പോയത്. അപ്പോൾ മോനാണെങ്കിൽ നല്ല വ്യൂ ഉള്ളതുകൊണ്ട് അവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നത് കണ്ടിട്ട് അങ്ങനെ അതും നോക്കി അവിടുന്ന് ചില്ല് ചെയ്തിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കൊടുത്തു. ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് വന്നിട്ടുള്ളത്. അവിടേക്ക് ബസ് പോവില്ല. അതായത് നല്ല റഷുള്ള സ്ഥലമാണ്. ഒരുപാട് ആൾക്കാരാണെങ്കിലും നല്ല ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് തിങ്ങിക്കിടക്കുന്നൊരു അത്രയും ആൾക്കാരുണ്ട്. എന്താ അവിടെ ഇത്രയും ഉള്ളതെന്ന് എനിക്കറിയില്ല. ബൊട്ടാണിക്കൽ ഗാർഡനിലാണെങ്കിലും എനിക്കങ്ങനെ ഒരു പ്രത്യേകതയായിട്ടൊന്നും തോന്നില്ല. കുറച്ച് ഫാമിലിയായിട്ട് വന്നിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് നമ്മളവിടെ ഇരുന്ന് ചില്ല് ചെയ്ത് സംസാരിച്ചൊക്കെ ഇരിക്കാനാണെങ്കിൽ അടിപൊളിയാണ്. അല്ലാതെ ജസ്റ്റ് കണ്ടിട്ട് പോകാനാണെങ്കിൽ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ചെടിയൊക്കെ നല്ല ഷേപ്പിൽ കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. എനിക്കങ്ങനെ ഒരു പ്രത്യേകമായിട്ട് അങ്ങനെ തോന്നിയില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. വീട്ടിലെത്തിയത് 4:30 രാവിലെ 4:30-നാണ് എത്തിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.